എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉഴുന്ന് കൊണ്ടുള്ളൊരു ബോണ്ടയുടെ റെസിപ്പിയാണ്. പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ടയാണ്. അതാ മുറിക്കുമ്പോഴുള്ള സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ, അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോണ്ട നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബോണ്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം 2 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതൊരു അരിപ്പയിൽ വെച്ചിട്ട് ആ വെള്ളം മൊത്തം വാർന്നു പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഉപ്പ് ചേർത്തിട്ട് അതിലൂടെ തന്നെ നമുക്ക് വെള്ളം ഒരുപാട് ഒഴിക്കൽ, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് ബാക്കി പകുതിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒരുപാട് കൂടിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മുറിഞ്ഞ് വീഴുന്നൊരു പരുവത്തിൽ എടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ മിക്സിയിൽ നിന്നും ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടേണ്ടുന്നത്. വെള്ളം ഒരുപാടായാലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വെള്ളം നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഉഴുന്ന് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം അരച്ചാൽ മതി. മിക്സി നമുക്ക് ഒരുപാട് ചൂടാവരുത്. ചൂടാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും കൂടെ അരച്ചെടുക്കാം. അതിലോട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ചേർത്ത് അരച്ചിട്ട് ബാക്കി പകുതിയും കൂടെ ചേർത്തിട്ട് പിന്നെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് നല്ലതുപോലെ അരച്ചതിന് ശേഷം നമുക്ക് ഈ ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് അരയ്ക്കുമ്പം വെള്ളം ഒരുപാട് കൂടിപ്പോകാതെയും അതേപോലെ തന്നെ മിക്സി ചൂടാവാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ വറുത്ത പച്ചരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചാലും മതി. ഇനി നമുക്ക് ഈ ഉഴുന്ന് മാവും അരിപ്പൊടിയും കൂടെ ഒരു 3 മിനിറ്റോളം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരു 5 മിനിറ്റത്തേക്ക് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങളൊന്ന് ചേർത്ത് കൊടുക്കണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിപ്പൊടിച്ചതും 4-5 ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞതും, അതേപോലെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഉഴുന്നിൻ്റെ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇടാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകാണ്. കുരുമുളക് ചെറുതായിട്ടൊന്ന് ചതച്ചതാണ്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 നുള്ള് കായപ്പൊടിയാണ്. കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് ബോണ്ട ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാവ് നമ്മുടെ കയ്യിൽ നിന്ന് ഇറ്റ് അതേപോലെ തന്നെ അങ്ങ് വീണോളും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണയിലോട്ട് ഇടുമ്പം തന്നെ നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. അല്ലെങ്കിൽ പുറമെ പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു പോകും, ഉള്ളു വേവത്തില്ല. അപ്പോൾ ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ അത് പൊങ്ങി വന്ന കറക്റ്റ് ആ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് എണ്ണയിലോട്ടിടാൻ പേടിയാണെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. സ്പൂൺ ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഉഴുന്ന മാവ് എടുത്തിട്ട് ചെറിയ സൈസ് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതും ഒരുപാടൊന്നും സ്പൂണിനൊന്നും പറ്റി പിടിക്കത്തില്ല. നമുക്ക് നല്ലതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അരിപ്പൊടിക്ക് പകരം നമുക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ 1 കപ്പ് ഉഴുന്നെടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഉഴുന്നിൻ്റെ അളവിൽ ചെയ്താൽ മതി. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഉള്ളിയുടെയൊക്കെ അളവൊന്ന് കുറച്ചാൽ മതി. പിന്നെ കുരുമുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.